ദൈവപുത്ര അങ്ങയ്ക്കാരാധന, യേശുനാഥ അങ്ങയ്ക്കാരാധന. ദൈവപുത്ര അങ്ങയ്ക്കാരാധന, യേശുനാഥ അങ്ങയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങയ്ക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങയ്ക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമാവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമാവൻ, എൻ്റെ മോചനദ്രവ്യം അവനാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 73 അധ്യായം 25 വാക്യം. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങേയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈശോയെ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങ് മാത്രമാണ് എനിക്കുള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ലോകത്തിൽ അങ്ങേയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ എന്നെ സഹായിക്കണമേ. ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയുടെ മുമ്പിൽ ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ അണയുമ്പോൾ, ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നിന്റെ കൃപകൾ കൊണ്ട്, നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളെ നീ എടുത്തു മാറ്റണമേ. ബലഹീനതകളിൽ ശക്തി പകരുന്ന നിന്റെ വലിയ കാരുണ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും നീ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദിവ്യകാരുണ്യനാഥനോടുള്ള വലിയ സ്നേഹത്താൽ, ഈശോയെ, നിനക്കായി ഞാൻ ദാഹിക്കുന്നു എന്നുള്ള മനോഭാവത്തോടെ, വലിയ ദാഹത്തോടെ
നമ്മുടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചസ്വരത്തിൽ നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ആരാധന യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാൾ ഉപരിയായി നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. യേശുവേ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. യേശുവേ ആരാധന. ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ അങ്ങ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. യേശുവേ വലിയ സ്നേഹത്തോടെ അവന്റെ നാമം നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. നാവിന് മധുരം പോലെ യേശുനാമം നമ്മുടെ നാവിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കടന്നു വരട്ടെ. മധുപകരുന്ന ആ നാമം നമ്മുടെ നാവുകളെയും നമ്മുടെ മനസ്സിനെയും വിശുദ്ധീകരിക്കുന്ന നാമം, നമ്മുടെ ജീവിതത്തിലേക്ക് നിരവധിയായ ശക്തി പകരുന്ന കൃപകൾ ചൊരിയുന്ന നാമം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായി, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായി. യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായി, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നാളുകളിൽ കേട്ട ഒരു വാക്യം ഇപ്രകാരമാണ്: ഗോഡ് പ്രിഫേഴ്സ് ലൂസേഴ്സ്. ദൈവത്തിന് താല്പര്യം പരാജിതരോടാണ്. ദൈവത്തിന് താല്പര്യം ദുർബലരോടാണ്. ഈ ലോകത്തിൻ്റെ വീക്ഷണത്തിന് വളരെയേറെ എതിരായിട്ടുള്ള ഒരു വാക്യമാണത്. എങ്കിലും വളരെയേറെ അർത്ഥവത്തായ ഒരു വാക്യമാണത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദൈവം ദുർബലരെ ഇഷ്ടപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകം എപ്പോഴും വിജയിക്കുന്നവൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നതാണ്. വിജയിക്കുന്നവൻ്റെ വീക്ഷണകോണിൽ നിന്ന് എല്ലാറ്റിനെയും നോക്കിക്കാണാൻ താല്പര്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിജയം എന്ന് പറയുന്നത് അത് നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതാണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നാൽ അതിൻ്റെ ഫലം അഹന്തയാണ്. അഹന്ത ഒരുവൻ്റെ പരാജയത്തിൻ്റെ തുടക്കമാണ്. എന്നാൽ ദൈവത്തിലല്ലാതെ തന്നിൽ ശക്തിയില്ല എന്ന് പറയുന്നവരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. കാരണം അങ്ങനെ ദൗർബല്യങ്ങളുള്ള ദുർബലരായ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുമെന്നുള്ളത് തന്നെയാണ്. ദുർബലമായ കരങ്ങൾ, ദുർബലമായ മനുഷ്യർ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരായിത്തീരും. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന 5 അപ്പവും 2 മീനും. ഈ 5 അപ്പവും 2 മീനും കർത്താവ് ആശീർവദിക്കുമ്പോൾ അത് അനേകായിരങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന വിഭവമായി തീരുന്നത്
വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ചരിത്രത്തിൽ എപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു അത്ഭുതമാണ്. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിസാരരെന്നും ദുർബലരെന്നും തോന്നുന്ന പലരെയും കർത്താവ് തൻ്റെ കരം നീട്ടി ആശീർവദിക്കുമ്പോൾ അവരിലൂടെ അസാധ്യമായത് പലതും, അത്ഭുതങ്ങൾ പലതും സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ മഹാപ്രളയത്തിൽ നിന്നും സൃഷ്ടികുലത്തെ രക്ഷിക്കുന്നതിന് പേടകമുണ്ടാക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് മദ്യപാനിയായ നോഹയെയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് കൊലപാതകിയും വിക്കനുമായ മോശയാണ്. ജെറുസലേമിൻ്റെ തകർന്ന മതിലുകൾ പണിയുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് വീഞ്ഞുവാഹകനായ നെഹമിയായെയാണ്. ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് അന്ധനും ചെങ്ങലകളാൽ ബന്ധിതനുമായ സാംസണെയാണ്. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹോളോ ഫർണസിനെ കീഴടക്കി യഹൂദ ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് വിധവയായ യൂദിത്തിനെയാണ്. ഹാമാന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്ന് യഹൂദരെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് എസ്തേറിനെയാണ്. നിനവേ ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ദൈവം ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ദൈവദൃഷ്ടിയിൽ നിന്ന് ഓടി അകലാൻ തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്ന യോനായെയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരിക. തൻ്റെ സഭയെ പടുത്തുയർത്തുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് തന്നെ 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനെയാണ്. വിശ്വാസം ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് തൻ്റെ ശരീരത്തിൽ ബലഹീനതകളുടെ മുള്ളുപേറുന്ന പൗലോസിനെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ കരം നീട്ടി മനുഷ്യദൃഷ്ടിയിൽ ദുർബലരെന്ന് തോന്നുന്ന ഈ മനുഷ്യരെ ആശീർവദിക്കുമ്പോൾ അവരിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ ദുർബലതകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദുർബലരിലൂടെ അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് സങ്കടപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രതീക്ഷ തരുന്ന ഒരു വാക്യമാണിത്. ഗോഡ് പ്രിഫേഴ്സ് ലൂസേഴ്സ്. ഒരു കൊച്ചു കഥ ഓർക്കുകയാണ്. ഒരു വൃദ്ധൻ തൻ്റെ യജമാനൻ്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും 2 കുളത്തിൽ നിന്നും വെള്ളവും വഹിച്ചുകൊണ്ട് പോകും. ഒരു കുടത്തിന് ചെറിയ ഒരു പൊട്ടലുണ്ട്. ആ പൊട്ടലിലൂടെ വെള്ളം ഒഴുകി നഷ്ടപ്പെടാറുണ്ട്. വൃദ്ധൻ കുടങ്ങളുമായി യജമാനൻ്റെ ഭവനത്തിലേക്ക് എത്തുമ്പോഴേക്കും പൊട്ടിയ കുടത്തിൻ്റെ ചിന്നലിലൂടെ പകുതിയോളം വെള്ളം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ മറ്റേ കുടമാകട്ടെ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ വൃദ്ധന് യജമാനൻ്റെ ഭവനത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ സഹായകരമാണ് താനും. 2 വർഷക്കാലം ഈ വൃദ്ധൻ ഇതുപോലെ 2 കുടത്തിലും വെള്ളമെടുത്ത് തൻ്റെ യജമാനൻ്റെ ഭവനങ്ങളിലേക്ക് പോകും. പലരും ഈ വൃദ്ധനെ കളിയാക്കും. നീ എന്തിനാണ് ഈ പൊട്ടിയ കുടത്തിൽ വെള്ളം വഹിച്ചു കൊണ്ടുപോയി വെറുതെ അനാവശ്യമായി ആരോഗ്യം പാഴാക്കി കളയുന്നത്? ഇത് ഈ പൊട്ടിയ കുടം കേൾക്കാറുണ്ട്. 2 വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ സങ്കടത്തോടെ ഈ പൊട്ടിയ കുടം വൃദ്ധനോട് പറയുകയാണ്, നീ എന്തിനാണ് എന്നെ വെറുതെ വഹിച്ച് നാണം കെടുന്നത്? നിനക്ക് ഈ കുടത്തിൻ്റെ പകുതിയോളം വെള്ളം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഞാൻ നിന്നെ സഹായിക്കുന്നില്ല. പിന്നെ നീ എന്തിനാണ് എന്നെ വഹിക്കുന്നത്? എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക. ഇത് കേൾക്കുന്ന ഈ വൃദ്ധൻ പൊട്ടിയ കുടത്തോട് പറയുകയാണ്, നീ സങ്കടപ്പെടേണ്ട. നീ ഞാൻ വെള്ളവും വഹിച്ചു കൊണ്ടുപോകുന്ന പാതയോരത്തേക്ക് ഒന്ന് നോക്കുക. അവിടെ നിറയെ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. നിന്റെ കുടത്തിൻ്റെ ചിന്നലിലൂടെ പുറത്ത് ചാടുന്ന വെള്ളം കൊണ്ട് വളർന്ന പുഷ്പങ്ങളാണിത്. അത് ആ പാതയോരത്തെ മനോഹരമാക്കുന്നു. ആ പുഷ്പങ്ങളാണ് ഞാൻ ശേഖരിച്ച് എൻ്റെ യജമാനൻ്റെ ഭവനത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കുന്നത്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിസ്സാരരെന്നും ദുർബലരെന്നും തോന്നുന്ന പലരുമാണ് ദൈവത്തിൻ്റെ സ്വർഗീയ ഭവനത്തെ
മനോഹരമാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്വർഗീയ ഭവനത്തെ മനോഹരമാക്കാൻ ദൈവത്തിന് ആവശ്യം ദുർബലരായ, നിസാരരായ, ബലഹീനതകളുള്ള പച്ച മനുഷ്യരെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ന്യായാധിപന്മാരുടെ 7-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. മിദിയാൻകാർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്ന ഗിദെയോൻ. ഏതാണ്ട് 1,35,000-ഓളം വരുന്ന മിദിയാൻ സൈന്യത്തിനെതിരെ 32,000 യോദ്ധാക്കളുമായി ഹാരോദ് നീരുറവിൻ്റെ തീരത്ത് നിൽക്കുകയാണ് ഗിദെയോൻ. അപ്പോൾ ദൈവം പറയുകയാണ്, ഇത്രയും സൈന്യത്തിൻ്റെ ആവശ്യമില്ല മിദിയാൻകാരെ തോൽപ്പിക്കാൻ. ഇവിടെ നിൽക്കുന്നവരിൽ ഭയമുള്ളവരോട് പറയുക, നിങ്ങൾ തിരിച്ച് വീടുകളിലേക്ക് പോകാൻ. അപ്പോൾ ഏതാണ്ട് 22,000-ഓളം യോദ്ധാക്കൾ ഗിദെയോൻ്റെ അടുത്ത് നിന്നും തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ മിദിയാൻകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഗിദെയോൻ്റെ കൂടെയുള്ളത് വെറും 10,000 യോദ്ധാക്കൾ. 1,35,000 പേർക്കെതിരെ 10,000 ആളുകളാണ് യുദ്ധത്തിനുള്ളത്. വീണ്ടും ദൈവം ഈ 10,000 പേരെയും കൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം ദൈവത്തിന് ഇത്രയും ആളുകളെ ആവശ്യമില്ല. നീരുറവയിൽ നിന്നും വെള്ളം നക്കിക്കുടിക്കുന്ന 300 പേരെ തിരഞ്ഞെടുത്ത് ദൈവം ഗിദെയോനോട് പറയുകയാണ്, ഇവരുമായി നീ യുദ്ധത്തിന് പോവുക. അതായത് ഇസ്രായേലിൻ്റെ വിജയ സാധ്യത എന്ന് പറയുന്നത് 450-ൽ 1 മാത്രം. കാരണം 1,35,000 പേർക്കെതിരെ യുദ്ധത്തിനിറങ്ങുന്നത് വെറും 300 പേർ. പ്രിയമുള്ളവരെ, ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ജയിക്കുകയാണ്. ഇസ്രായേൽ വിജയിച്ചതിന് ശേഷം ഇസ്രായേൽ ജനത ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ യുദ്ധത്തിൻ്റെ വിജയത്തിന് മഹത്വം അർഹിക്കുന്നത് ഗിദെയോനോ ഇസ്രായേൽ ജനമോ അല്ല, മറിച്ച് ദൈവം മാത്രമാണ്. ദൈവം അപ്പോൾ പറയുകയാണ്, തങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഇസ്രായേൽ ജനിച്ചത് എന്ന് വീമ്പടിക്കാതിരിക്കാൻ ഞാൻ ഇപ്രകാരം പ്രവർത്തിച്ചു. അതേ പ്രിയമുള്ളവരെ, ദൈവം ദുർബലരെ തിരഞ്ഞെടുക്കുന്നത്, ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്, അസാധ്യ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ, കർത്താവ് കരം നീട്ടി ആശീർവദിച്ചാൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനാൽ മനുഷ്യദൃഷ്ടിയിൽ നിസാരരും ദുർബലരുമെന്ന് കാണുന്നവരല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങുന്നവരാണ് ദൈവസന്നിധിയിൽ വിലയുള്ളവർ എന്ന് തിരിച്ചറിയുക. നമ്മുടെ നിസാരതകളെക്കുറിച്ചും നമ്മുടെ ദൗർബല്യങ്ങളെക്കുറിച്ചുമൊക്കെ സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ, കർത്താവിനെ ആശീർവദിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അവൻ നമ്മളെ കൊണ്ട് നമ്മളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കുന്നതിന് വേണ്ടി മുട്ടിന്മേലായിരിക്കാം. കർത്താവെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേന്മകളോ അല്ല നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം, നീ ഞങ്ങളെ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനം, മറിച്ച് നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ വിട്ടുതരാൻ തയ്യാറായാൽ മാത്രം മതി. ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം. കർത്താവെ, തളർന്നു പോകുന്ന നിമിഷങ്ങൾ, തളർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ബലഹീനതകളായിരിക്കാം, ഞങ്ങളുടെ കുറവുകളായിരിക്കാം, ഞങ്ങളുടെ പാപങ്ങളായിരിക്കാം. ഇതെല്ലാം ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും തകർത്ത് കളയുന്നുണ്ട്. എങ്കിലും ഈ ബലഹീനതകളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, ഈ ബലഹീനതകളെ ബലമാക്കി മാറ്റുന്നവനാണ് അങ്ങ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിനക്കസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നമുക്കൊന്നു ചേർന്ന് വലിയ സ്നേഹത്തോടെ ഈ ഗാനത്തിൻ്റെ ഈരടികൾ ഏറ്റുപാടി കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ
നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തി അടിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അത്ഭുതമാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ കർത്താവിനെ പാടി ആരാധിക്കുക. വീണ്ടും വലിയ ആനന്ദത്തോടെ, വലിയ സന്തോഷത്തോടെ നമ്മുടെ ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഈരടികൾ ആവർത്തിച്ച് പാടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ചെങ്കടലിൻ്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിൻ്റെ മുന്നിൽ നീ പതറുവതോ മനമേ. ചെങ്കടൽ നേരെ കൈ നീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ നേരെ കൈ നീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. നമുക്ക് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചസ്വരത്തിൽ നമുക്ക് അവിടുത്തെ സ്തുതിച്ചാരാധിക്കാം. സ്തുതികളിൽ വാടുന്ന കർത്താവിനെ സ്തുതിച്ചാരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആകുലതകളും സങ്കടങ്ങളും വേദനകളും എല്ലാം അവിടുന്ന് അകറ്റിക്കളയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ സ്തുതിച്ചാരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയേ ആരാധന. നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും അകറ്റിക്കളയണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ കർത്താവ് കരം നീട്ടി അനുഗ്രഹിച്ചാൽ അവിടെ എല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെന്നുള്ള
ഉറച്ച വിശ്വാസത്തോടെ നമ്മളെ തന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.